ഹലോ ഫ്ലൈവിലേഴ്സ്, ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള വണ്ടിയുടെ മോഡൽ ഏതാണെന്ന് വെച്ചാൽ അതിൽ ഒന്ന് നമുക്ക് പറയാവുന്ന കണ്ണും പൂട്ടി പറയാവുന്ന ഒരു മോഡലാണ് ടൊയോട്ടയുടെ ഇന്നോവ ആയിട്ട് വന്നു. ഇന്നോവയുടെ കുറേ ഫേസ് ലിഫ്റ്റിൽ വന്നു. പിന്നെ ഇന്നോവ ആക്ച്വലി ക്രിസ്റ്റ ആയിട്ട് വന്നു. ഇപ്പോൾ അതാ ഹൈക്രോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്രോസ് ആയിട്ട് വന്നതും ഇത് ഹൈക്രോസ് അല്ലാതെ എനിക്കറിയാം. പക്ഷേ ഈ ഹൈക്രോസ് ആയിട്ട് വന്നിരിക്കുമ്പോൾ ആക്ച്വലി രണ്ട് ബ്രാൻഡിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് ടൊയോട്ട ഹൈക്രോസും അതുപോലെ തന്നെ സുസുക്കി ഇൻവിക്ടോയും. ഇത് രണ്ടും ആക്ച്വലി സെയിം തന്നെയാണ്. ആകെയുള്ള സ്കിന്നിലുള്ള ഡിഫറൻസും ഉള്ളിലുള്ള കുറച്ച് ബ്രാൻഡിങ്ങിൻ്റെ ഡിഫറൻസുള്ളൂ. അല്ലെങ്കിൽ ഈ രണ്ട് വണ്ടിയും സെയിമാണ്. പലർക്കും ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ടൊയോട്ടൻ്റെ വണ്ടി വരുന്നത് ടൊയോട്ട പ്ലാന്റൊന്നും, മാരുതിൻ്റെ വരുന്ന മാരുതി പ്ലാന്റൊന്നും എല്ലാം. ആക്ച്വലി ഇത് രണ്ടും വന്നിരിക്കുന്നത് ഒരേ പ്ലാന്റൊന്നും ഒരേ ലൈനിൽ നിന്നാണ് നമ്മളെല്ലാം കണ്ടതുമാണ്. അപ്പം ഈ ഇൻവിക്ടോ എന്നുള്ളത് മാരുതിൻ്റെ ബ്രാൻഡിങ്ങിൽ വന്നിരിക്കുന്നത്. ടൊയോട്ടയും സുസുക്കിയും തമ്മിലുള്ള ഗ്ലോബലായിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും ഈ ഷെയറിങ് വരുന്നത്. ഇതിൽ മാത്രമല്ല, ആക്ച്വലി നമുക്ക് ബലേനോ ആണ് ഗ്ലാൻസ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ബ്രെഡ്സയാണ് അർബൻ ക്രൂസറായിട്ട് വരുന്നത്. ഇങ്ങനെ കുറേ ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ അതേപോലെ വന്നിരിക്കുന്ന ഒരു ഷെയറിംഗ് വെഹിക്കിളാണിത്. മഴ പെയ്യുന്നുണ്ട്, കൂടുതൽ പുറത്തുനിന്ന് സംസാരിക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇന്നോവ ഹൈക്രോസ് ഈസ് എ ഹൈ ഡിമാൻഡ്, നമുക്ക് കിട്ടാനില്ല വണ്ടി. അങ്ങനെ വരുമ്പം ഇൻവിക്ടോ മതിയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. സോ ഈ ഇൻവിക്ടോ നമ്മളുടെ അടുത്ത് കുറച്ച് ദിവസമായിട്ടുണ്ട്. മെയിൻലി ഞാനും നന്ദു തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നന്ദു കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ, ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് രീതിയിൽ എനിക്കത് റിവ്യൂ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പോൾ പോകുന്നത് ഇലക്ട്രിക്കലാന്ന് പറയാൻ കാരണം ഇതിലിപ്പോൾ നമ്മളിതാ ലോ ഇതിൽ പോകുമ്പം EV മോഡിലുണ്ട്. ഇപ്പോൾ ഇതാ എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളതല്ലാതെ ഒന്ന് കുറച്ച് RPM കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരുപാട് നമുക്ക് കോസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നു EVയിൽ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു പറയാനുള്ള കാര്യം, പലർക്കുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അബൌട്ട് മൈലേജ്. അത് ശരിക്കും നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഇൻവിക്ടോ ആണെങ്കിലും ഹൈക്രോസ് ആണെങ്കിലും സെയിം പവർ ട്രെയിനാണ്, ഒരു വ്യത്യാസമില്ല കേട്ടോ. സെയിം പവർ ട്രെയിൻ തന്നെയാണ്. സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ വരുമ്പം ശരിക്കും ബാറ്ററി ഡ്രിവൺ ആയിട്ട് തന്നെ ഓടിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 14.5, 15 മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതാ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 14.3 ആണ്. അത് നമ്മൾ കൂടുതലും സിറ്റി തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ രാവിലെ ഒന്ന് രാമനാട്ടുകര ഭാഗത്തുനിന്ന് പോയി, അപ്പോൾ നമ്മൾ ഹൈവേ കിട്ടി. ബാക്കി ഫുള്ള് ഞാൻ ഇപ്പോൾ സിറ്റിയിൽ ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി 14.3 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു മൈലേജാണ് ഇത്രയും വലിയൊരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം. പൊതുവേ ഇന്നോവ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി വണ്ടിക്കെല്ലാം കിട്ടിയിരുന്ന ഒരു 8 മാക്സിമം 10 കിട്ടിയിരുന്നത്. അതും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നവർക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പം സാധാരണ നോർമൽ ഉപയോഗമാണ്, വല്ലാണ്ട് എന്താ പറയുക, നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടും ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല. നോർമൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ കോസ്റ്റ് ചെയ്ത് പോകുന്നു, ഭയങ്കര പൊള്ളിന്ന് വിളിക്കാതെ പോകുമ്പോൾ തന്നെ ഈ ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റാണ്. ഇത് തന്നെ നിങ്ങൾക്ക് സ്ട്രോങ് ഹൈബ്രിഡിൽ ടൊയോട്ടയിലും കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, പലർക്കും ടൊയോട്ടയിൽ ഹൈക്രോസിന് മൈലേജ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വെറും പുഷ് ചെയ്ത് ഓടിച്ചിട്ടാണ്. വേറെ ഇൻസിഡൻറ്റ് കൊണ്ട് പറഞ്ഞുതരാം. ഞാൻ ഇത് വണ്ടി എടുത്തിട്ട്, കൊച്ചിയിൽ നിന്നായിരുന്നു വണ്ടി എടുത്തത്. അപ്പോൾ ആ എടുത്ത സമയത്ത് ഞാനും അജാസും കൂടെ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് രാത്രി വരികയാണ്. രാത്രി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അജാസ് ഓടിക്കുന്നത്. അപ്പോൾ അവൻ എത്ര അടിക്കണമെന്ന് വെച്ച് പെട്രോൾ. ഞാൻ എന്തോ ഒരു ഇതിൽ 1000 രൂപയ്ക്ക് അടിക്കാമെന്ന് പറഞ്ഞു. 1000 രൂപയ്ക്ക് അടിച്ചപ്പോൾ ആകെ റേഞ്ച് കാണിച്ച് ഏകദേശം 1 ആയിരുന്നു, 120 ആയിരുന്നു റേഞ്ച് ഉണ്ടായിരുന്നു. 124 അല്ല അജാസ്? അതെ, 124 ആയിരുന്നു. പിന്നെ നമുക്കപ്പോൾ കോഴിക്കോട്ടൊക്കെ ആക്ച്വലി ആ സമയത്ത് 164 മറ്റോ കിലോമീറ്റർ ഉണ്ട് ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഒന്ന് കോസ്റ്റ് ചെയ്ത് ഓടിച്ചാൽ രാത്രിയാണ്, നമുക്ക് അധികം തിരക്കില്ല, നമുക്ക് ഈ 1000 രൂപയിൽ തന്നെ എത്തിക്കാൻ പറ്റും നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടയ്ക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കി ശ്രദ്ധിച്ച് വന്നു. അത് വെച്ചിട്ട് നമ്മൾ ഒരു സമയം നഷ്ടപ്പെടുത്തി ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ശരിക്കും സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഒരു 3.5-4 മണിക്കൂറിൽ രാത്രിയുള്ള ടൈമിൽ എത്തും ചെയ്ത്. ഞങ്ങളിവിടെ എത്തിയിട്ടും ഏകദേശം 30 കിലോമീറ്ററിനടുത്ത് 28 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ബാക്കിയുണ്ട്. വിച്ച് മീൻസ് വി ആർ സേവ്ഡ്. അതുകൊണ്ട് തന്നെ മൈലേജും കൂടി. ഇപ്പോൾ 1000 രൂപ ചിലവിൽ നമ്മളിവിടെ എത്തി. സാധാരണഗതിയിൽ 1000 രൂപേൻ്റെ പെട്രോൾ മതിയാവാറില്ല. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് നിങ്ങൾ പലരും അത് ആ ഒരു ഹൈബ്രിഡ് സ്റ്റൈലിൽ ഓടിക്കാത്ത പ്രശ്നം ഇങ്ങനത്തെ ഹൈബ്രിഡ് വെഹിക്കിൾസിനുണ്ട്. അതിനെക്കുറിച്ചൊരു അവെയർനെസ് വേണം. മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ ഒരു കൺവീനിയൻസ് ആണ്. അപ്പോൾ കൺവീനിയൻസ് എന്ന് പറയുമ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇത് ടൊയോട്ട ഹൈക്രോസും ഇൻവിക്ടോ ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. ഒരു കൺവീനിയൻസ് ഉള്ള മെയിൻലി ഇതിൻ്റെ സൈസിൻ്റെ ആണ്. ഇപ്പോൾ സൈസ് വലിയ സൈസ് ആണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല ഓടിക്കുമ്പോൾ. സ്റ്റിയറിംഗ് ലൈറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഭയങ്കര ഈസിലി മെനൂവർ ചെയ്യാൻ പറ്റുന്നുണ്ട്.
സൈസ് നമുക്ക് സ്പേസിൻ്റെ മാത്രമേ തോന്നുള്ളൂ. സ്പേസിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസി മെനൂവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, തിരിക്കാനാണെങ്കിൽ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ടേണിംഗ് റേഡിയസ് ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുമ്പ് വരെ നമുക്ക് ഇനോവ പോലൊരു വെഹിക്കിൾ, ഞാൻ അത് ബെഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇനോവ പറയേണ്ടി വരും, കാരണം ഇനോവ ആണ് ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഇൻവിക്ടോക്ക് പ്രീഡിസസർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനോവ ബെഞ്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ മുമ്പത്തെക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മോണോക്കോക്ക് ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് വേറെ ഉണ്ട്. കംഫർട്ടിന് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ അടിപൊളിയാണ്. പിന്നെ ഇൻവിക്ടോ ആയതുകൊണ്ട് മിസ്സാവുന്ന 2-3 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ സീറ്റിംഗ് ആണെങ്കിലും ഇപ്പോൾ ബാക്കിൽ ഓട്ടോമാൻ സീറ്റ് ഇല്ല, പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാപ്റ്റൻ സീറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പലരും അതിൽ ഉപയോഗിച്ചിട്ട് ഒരു കുറവൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അങ്ങനെ അത് മറ്റേ ഓട്ടോമാൻ സീറ്റ് ഇല്ലാത്തൊരു മിസ്സിംഗ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും പലരായിട്ടും പോയിട്ടുണ്ട്. ഇന്നാണെങ്കിലും ഇപ്പോൾ ഞാൻ രാവിലെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളി നജീബ് അങ്കിളും, പുള്ളി മസ്കറ്റിലാണ്. അപ്പോൾ അവരെല്ലാം പുറത്തെല്ലാം പല വണ്ടികൾ ഉപയോഗിക്കും, റേഞ്ച് റോവർ മറ്റുള്ള ഉപയോഗിക്കുന്നതാണ്. ഇവിടെ വന്നാലും ചെറിയ വണ്ടികളും വലിയ വണ്ടികളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിട്ട് നമ്മളെ നാട്ടിലേക്ക് പറ്റിയ വണ്ടിയായത്. പുള്ളി ടൊയോട്ട എന്നുള്ള രീതിയിലാണ് കരുതിയിരുന്നത്. ഇനോവ ആണെങ്കിൽ ബെറ്ററാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആണെങ്കിലത് ഇനോവ അല്ല ഇൻവിക്ടോ ആണെന്ന് പറഞ്ഞു. ഇൻവിക്ടോ ഇപ്പോൾ വ്യത്യാസം ഉണ്ടോ കേട്ടോ? ഞാനല്ല സെയിം തന്നെയാണ്, ഒന്നുമില്ല വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ. പക്ഷേ ഈ ഒരു സൈസ് വണ്ടി, ഈ ഒരു കംഫർട്ട്, പ്രത്യേകിച്ച് ആരെങ്കിലും ഡ്രൈവ് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും സുഖം ഇങ്ങനെ ഒരു വണ്ടി നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം നമുക്കറിയാം പല ആളുകളും, രാഷ്ട്രീയ നേതാക്കന്മാരും മുതൽ ഇങ്ങോട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബിസിനസ്സുകാരാവട്ടെ പ്രൊഫഷണൽസ് ആവട്ടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സെഗ്മെൻറ്റ് ഓഫ് വെഹിക്കിൾ. അത് ലക്ഷറി കാറും മറ്റുള്ള ആൾക്കാരും സെക്കൻഡ് കാറായിട്ട് ഉപയോഗിക്കും, മിക്കവാറും വീടുകളിലുള്ള ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കും. ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വാസ്റ്റ് യൂസർ കാറ്റഗറിയാണ് ഈ ഒരു കാറിനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു MPV-ക്കുള്ള. അത് ഇൻവിക്ടോന് കൂടെ ലഭിക്കുന്നുണ്ട്, കാരണം ഇത് സെയിം. ഇനി ഞാൻ ഇൻവിക്ടോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൊതുവെ ഇപ്പം ടൊയോട്ട ഇനോവ ഹൈക്രോസിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡാണ്. ടോപ്പ് എൻഡുള്ള 2 വേരിയൻസ്, അത് ZXOയും അതുപോലെ ZXIയോ, അങ്ങനെ 2 വേരിയൻസ് ആയിട്ടുള്ള ഇത് രണ്ടും ഹൈ ഡിമാൻഡാണ്, എല്ലാവർക്കും വേണ്ടതും ഇതാണ്. അപ്പോൾ അതിൽ മിസ്സാവുന്ന 2 എലമെൻറ്റ്സ് ഞാൻ പറഞ്ഞ ഒരു ഓട്ടോമാൻ സീറ്റും എഡാസും ആണ്. അപ്പോൾ ആ സംഗതികൾ മിസ്സാവുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവൈലബിൾ ആണ് ഹൈക്രോസിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഇൻവിക്ടോയിലാണെങ്കിലും. ഇപ്പോൾ ഇൻവിക്ടോയിലെ ടോപ്പ് എൻഡിൽ അത് ഇട്ടിട്ടുണ്ട്, വീലിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇന്നോവയിൽ കുറച്ച് വലിയ വീലാണ്, 1 ഇഞ്ച് കൂടെ, പക്ഷേ ലോ പ്രൊഫൈലായിട്ട് കമ്പാരിറ്റീവ്ലി ടയറില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീൽ ആർച്ച് നിറഞ്ഞു വെക്കാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ഫുൾഫിൽ ആവാത്തവർ തോന്നും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിതിൽ അപ്സൈസ് ടയറിലിട്ട് കഴിഞ്ഞാൽ 2-ലാണെങ്കിലും ഫുള്ള് നിറഞ്ഞു വെക്കും, ആവശ്യമില്ല. എനിക്ക് തോന്നിയില്ല ഇൻവിക്ടോയിൽ ദിസ് ഇസ് എ ഗുഡ് ബെറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇനോവ ഹൈക്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം കളഞ്ഞ് അത്യാവശ്യമുള്ള ആൾക്കാരെ കളഞ്ഞ് നമ്മൾ വണ്ടി കിട്ടാതെ നിൽക്കുന്ന അവസ്ഥേനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇൻവിക്ടോ ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ക്ലിയർ ചെയ്യാൻ നോക്കുന്നത്. പലരുടെയും കരുതുന്നതും വിചാരിക്കുന്നതെല്ലാം തന്നെ ടൊയോട്ടൻ്റെ പ്ലാന്റിൽ നിന്നാണ് ടൊയോട്ട ഇനോവ ഹൈക്രോസ് വരുന്നത്. എന്നാൽ ഇത് ടൊയോട്ട ഡെവലപ്പ് ചെയ്ത വണ്ടിയാണെങ്കിൽ ഇത് വരുന്നത് മാരുതിയുടെ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ റിലയബിലിറ്റി വ്യത്യാസമുണ്ട്, വാറണ്ടി വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ റീസെയിൽ വ്യത്യാസം. നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ടൊയോട്ടയുടെ ലൈനിൽ ഹൈക്രോസ് എന്ന അതേ ലൈനിൽ തന്നെയാണ് ഇൻവിക്ടോ വരുന്നത്. ആകെ ഈ പറഞ്ഞ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് മറ്റുള്ള വണ്ടികളും. ഇപ്പം മാരുതിയുടെ ബലേനോ വരുന്ന അതേ ലൈൻ തന്നെയാണ് ടൊയോട്ട ഗ്ലാൻസ് വരുന്നത്. അപ്പോൾ അത് ചിലപ്പം ഞാൻ മനസ്സിലാക്കിയിടം ചിലപ്പം ഈ സെയിൽസിലുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് ആളുകൾ. അപ്പം അത് ശരിക്കും ശരിയല്ല. ആക്ച്വലി ദിസ് ഇസ് ഓൾ സെയിം. ആകെയുള്ള റീബ്രാൻഡിങ് ആണ്. അത് പാർട്ട് ഓഫ് ദാറ്റ് പാർട്ട്ണർഷിപ്പ്, ഗ്ലോബലി ഉള്ള പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമാണ് ടൊയോട്ടയും സുസുക്കി ഇങ്ങനെ റീബ്രാൻഡ് ചെയ്ത് വെഹിക്കിൾ ഇറക്കുന്നത്. സോ ദിസ് ആസ് സച്ച് ഐ ഫെൽറ്റ് ആസ് എ വെരി ഗുഡ് ബെറ്റ്. ശരിക്കും നല്ലൊരു വണ്ടി തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ടൊയോട്ട ഹൈക്രോസിലേക്ക് നിൽക്കുന്നില്ല കാരണം എനിക്ക് കുറച്ചുകൂടിയും ഇതിൻ്റെ ഒരു ഗാംഭീര്യമുള്ള ലുക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി വാല്യൂ പ്രൊപ്പോസിഷനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ടൊയോട്ട എന്ന ബ്രാൻഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ വെയിറ്റ് ഫോർ ദാറ്റ്. അതർവൈസ് ഇൻവിക്ടോ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. സോ കൺസിഡർ ദാറ്റ്. ഡ്രൈവ് എടുത്ത് നോക്കും, അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് നോക്കും. മേ ബി യു മേ ഓൾസോ ഗെറ്റ് സം ഡിസ്കൗണ്ട് ഓൺ ദിസ് കാർ. സോ നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോയിൽ ഇൻവിക്ടോനെ കുറിച്ച് തോന്നിയുള്ള അഭിപ്രായം എന്തെന്ന് കമൻറ്റിൽ ചെയ്യണം. അത് വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യാം. അടുത്തവണ മറ്റൊരു വണ്ടിയിട്ട് കാണണം. സ്റ്റേ സേഫ്, എൻജോയ്.